അതായത് വിവാഹാഘോഷമായിട്ട് ബന്ധപ്പെട്ടൊരു ചോദ്യമാണ്. സാധാരണയായി ഇന്ന് മുസ്ലിം സമൂഹത്തിന്റെ വിവാഹ ആഘോഷങ്ങളിൽ അച്ചാരം വാങ്ങുക, കൊടുക്കുക എന്നൊരു ചടങ്ങ് അത് ഗംഭീരമായിട്ട് നടക്കുന്നുണ്ട്. ആ ചടങ്ങുകളിലെല്ലാം ഇവിടുത്തെ എല്ലാ സുന്നി മുസ്ലിയാക്കന്മാരും പോയിരുന്ന് ബർക്കത്തിന് വേണ്ടി ദുആ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് അത്രയും ഹറാമാണെന്ന് അതിനെ ഹലാലാക്കി ഒരു ഇമാമും ഫത്വ പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. ഞാൻ ഒരുപാട് ആലിമ്യങ്ങളെടുത്ത് സംശയം ചോദിച്ചിട്ടുള്ള വിഷയമാണ്. ആരും അതിനെ അനുകൂലിച്ച് പറഞ്ഞിട്ടില്ല. അത്രയും ഹറാമായി അറിയപ്പെടുന്ന ഒരു വിഷയത്തിൽ ഇവിടെയുള്ള എല്ലാ മുസ്ലിയാക്കന്മാരും പോയി ബർക്കത്തിന് വേണ്ടി പ്രത്യേകം വധുവിന്, വധുവിന്റെ വാപ്പാക്കും ഉമ്മാക്കെല്ലാം ദുആ ചെയ്യുന്നുണ്ട്. ഇതിന്റെ ഇസ്ലാമിക അടിസ്ഥാനം എന്താണ്? ഒരു കാര്യം പോലെ ഒരു കാര്യം എന്തിന്റെ അച്ചാരമാവാകുന്നത്? എന്തിന്റെ അച്ചാരമാണെന്ന് ഞാനും ചിന്തിച്ചിട്ടുണ്ട്. കാരണം ഒരു പെൺകുട്ടിയെ പുരുഷന് കെട്ടിച്ചു കൊടുക്കുന്നതിന് പുരുഷന് അങ്ങോട്ട് അച്ചാരം കൊടുക്കുകയാണ്. അത് ഇല്ല എന്ന് ഒരു സമ്പ്രദായം ഉസ്താദ് പറയുകയാണെങ്കിൽ അൽഹംദുലില്ലാ. കാരണം ഞാൻ എന്റെ കൺമുമ്പിൽ ഇങ്ങനെ ഇത് അച്ചാരം ഇപ്പൊ ഇല്ലാത്ത ഒരു ചടങ്ങ് ഈ അടുത്ത കാലത്തൊന്നും ദർശിച്ചിട്ടേ ഇല്ല. ഞാൻ ചോദിച്ചാലേ എനിക്ക് ഞങ്ങളുടെ നാട്ടിലില്ലാത്തൊരു സംഗതിയാവും ചോദിച്ചു പഠിക്കണം. പോക്കറ്റ് മണി എന്ന് പറയും. ഈ വരന് വധുവിന്റെ വീട്ടുകാര് കൊടുക്കും. ഞങ്ങളുടെ നാട്ടില് അച്ചാരം എന്ന് പറയുന്നത് ഒരു കച്ചവടം നടന്നാലേ ഞാൻ വിറ്റു, ഞാൻ കൊണ്ടു എന്ന് പറഞ്ഞൊരു കച്ചവടം നടന്നാലേ 1000 ഉറുപ്പികയ്ക്ക് എടുത്തൊരു സാധനത്തിന് 1000 പൂർണ്ണമായി കൊടുക്കാതെ ആ സമയത്ത് തൽക്കാലം ഒരു സംഖ്യ കൊടുക്കുകയും പിന്നീട് സാധനം കൈമാറുന്ന സമയത്ത് അല്ലെങ്കിൽ അവധി പ്രകാരം ബാക്കി കൊടുക്കുകയും ചെയ്യുമ്പോ ആദ്യം കൊടുക്കുന്ന സംഗതിക്ക് ഞങ്ങളുടെ നാട്ടിൽ അച്ചാരം, അഡ്വാൻസ് എന്നൊക്കെ പറയും. അതാണ് ഞങ്ങളുടെ നാട്ടിൽ അച്ചാരം എന്ന് പറയും. ഇവിടെ അച്ചാരം എന്ന് പറയുന്നത് എന്തിനാണ്? ഇവിടെ അച്ചാരം എന്ന് ഉപയോഗിക്കപ്പെടുന്നത് സ്ത്രീധനം. ഉസ്താദ് പറഞ്ഞതനുസരിച്ച് സ്ത്രീധനം എന്നുള്ള കച്ചവടം ഉറപ്പിച്ചിട്ട് ആ കച്ചവടത്തിന് വാങ്ങുന്ന അഡ്വാൻസ്, അതാണ് അച്ചാരം. അത് സ്ത്രീയെ പുരുഷന് വിൽക്കണോ? അങ്ങനെയാണ് തോന്നുന്നത്. തോന്നലായാൽ ശരിയാവും. അല്ല, ഈ ഒരു ആചാരം ഈ നാട്ടിൽ നടക്കുന്നില്ല എന്ന് ഉസ്താദ് കണ്ണടച്ച് ഒരിക്കലും ഇരുട്ടാക്കരുത്. ഇവിടെ നടക്കുന്ന സമ്പ്രദായമാണ്. ഞാൻ ചോദിച്ചത് ഈ അച്ചാരം എന്നുള്ള വാക്ക് പറഞ്ഞുകൊണ്ടാണ്. നിങ്ങൾ ആ വിഷയം പറഞ്ഞാൽ ഞാൻ മറുപടി പറഞ്ഞുതരാം. എനിക്ക് കുറച്ചുകൂടെ അറിയാവുന്നതാണ്. അച്ചാരം എന്ന് പറഞ്ഞാൽ ഈ കല്യാണം ഉറപ്പിച്ചതിന് ശേഷം എന്ന് ആ കല്യാണം നടത്താമെന്ന് കാരണവന്മാര് കൂടിയിരുന്ന് തീരുമാനിക്കും. ഉദാഹരണത്തിന് മെയ് 30-ാം തീയതി അബൂബക്കർ ആയിഷാനെ നിക്കാഹ് ചെയ്യാൻ പോവാൻ. അല്ല, ആ ഡേറ്റ് തീരുമാനിക്കുന്ന ദിവസമാണ് ഈ അച്ചാരം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അന്നത്തെ ദിവസം പിന്നെ ഈ ചെറുക്കന്റെ വാപ്പായുടെ ഒക്കെ സാന്നിധ്യത്തിൽ ചെറുക്കന് പെണ്ണിന്റെ വാപ്പായോ പെണ്ണിന്റെ ബന്ധുക്കളിൽപ്പെട്ട ആരെങ്കിലും ഒരാളോ ഈ സ്ത്രീധനമാകുന്ന കച്ചവട സമ്പ്രദായത്തിന്റെ മുന്നോടിയായിട്ട് വേണമെങ്കിൽ അതിന് ഉസ്താദ് പറഞ്ഞ അഡ്വാൻസ് എന്നോ ഇദ്ദേഹം പറഞ്ഞ അച്ചാരം, ആ പദപ്രയോഗം ഈ ഇത് ആ സംഖ്യ കൊടുക്കുന്ന ആ പരിപാടിക്കാണ്. ഇത് ഇസ്ലാമിലില്ലാത്തതാണ്. ഞാൻ അതിനെതിരായിട്ട് വിവാഹം കഴിച്ച ആളാണ്. എനിക്കതുകൊണ്ട് ധൈര്യമായിട്ട് പറയാം. അപ്പം ഈ കൊടുക്കുന്ന തുകയാണ് അച്ചാരം എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതിന് ഇസ്ലാമുമായി യാതൊരു ബന്ധമില്ലാത്തതാണ്. നിങ്ങൾ ഫത്വ കൊടുക്കാണോ ഇല്ലാത്തതാണ്? അല്ല, എന്നോട് ചോദിക്കാണോ? എന്നോട് ചോദിക്കാണോ? അല്ല, നിങ്ങൾ അങ്ങനെയാണ് ഫത്വ കൊടുക്കാണോ? അല്ല അല്ല, അപ്പൊ സംശയമൊന്നുമല്ല. സംശയിക്കാൻ ഞാൻ പറയാം. ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ സംശയം തീർന്നില്ല എന്നോട് ചോദിച്ചോളൂ. രണ്ടാം ഒരു മിനിറ്റ്. അതായത് ഇത് ഹലാലോ ഹറാമോ എന്നുള്ള ശൈലിയിലുള്ള ചോദ്യമാണ്. അത് യഥാർത്ഥത്തിൽ ആശയപരമായ സംബന്ധമായ ഒരു ചോദ്യമേ അല്ല. ചോദ്യകർത്താവിന് അങ്ങനെ തെറ്റി. പക്ഷെ ഇന്ന് സ്ത്രീധനം എന്ന പേരിൽ നടക്കുന്ന ഒരു ബലമേശൽ ചടങ്ങ്, ആ ചടങ്ങിന്റെ ആ തുകയിൽ നിന്ന് ഒരു ഭാഗം ആദ്യം കൊടുക്കുന്നതിനാണ് ഈ നാട്ടിൽ അച്ചാരം എന്ന് പറയുന്നത്. ആലപ്പുഴ ജില്ലയ്ക്ക് വടക്കോട്ട് ഈ പോക്കറ്റ് മണി എന്ന സമ്പ്രദായം ഇല്ല. അപ്പൊ ഈ പോക്കറ്റ് മണിയായി ഈ സ്ത്രീധനത്തിൽ നിന്ന് ആദ്യം കൊടുക്കുന്ന തുകയ്ക്ക് ആ തുകയുടെ ആ സദസ്സിൽ ആരെങ്കിലും വേദനിക്കുന്നു, ഇത് ശരിയാണോ എന്നാണ് ഞാൻ ചോദിച്ചത്. അതെ, അവരല്ലേ വിഷയം മനസ്സിലായി. പരിപാടി വിഷയം മനസ്സിലായാൽ പരിപാടി. സ്ത്രീധനം എന്ന് പറഞ്ഞാൽ ഞാൻ അതിനർത്ഥം മനസ്സിലാക്കുന്നത് പെണ്ണിന്റെ പണം എന്നാണ്. അല്ലേ? പെണ്ണിന്റെ പണം എന്ന് പറഞ്ഞൊരു വർക്കും സാധനവും ഒക്കെ പെടാം. അതിൽ സ്വർണം പെടാം, പലതും പെടാം. അല്ലെ? സ്ത്രീയുടെ ധനം ഒരു ആള് ഒരു വിവാഹം കഴിക്കുമ്പോൾ ഒരു സ്ത്രീയെ വിവാഹം കഴിക്കാൻ വേണ്ടി ആവശ്യം. ഉദാഹരണത്തിന് എന്നോട് ഇവിടുന്ന് ഒരാൾ, തിരുവനന്തപുരത്ത് ഒരാൾ, പേരോട് അത്ര മനസ്സിലാണ്, നിങ്ങൾ എന്റെ മകളെ വിവാഹം കഴിക്കണം
എന്ന് പറയും. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് പറയുന്നു, ഞാൻ വിവാഹം കഴിക്കണമെങ്കിൽ ഞാൻ വിവാഹം കഴിക്കുന്ന ദിവസം ഞാനും ഒരു 25 സ്നേഹിതന്മാരും നിങ്ങളെ വീട്ടിൽ വരും. ഞങ്ങൾക്ക് 25 ആളുകൾക്കും ബിരിയാണി തരണം. ഞാൻ പറയാം, ഈ ബിരിയാണി ഹറാമാണോ, സുന്നത്താണോ, കറാഹത്താണോ, ജായിസാണോ? 20 തേനാണല്ലോ. 25 ആളെ ബിരിയാണി അതിന് പൈസ ഇല്ലേ? അല്ലെ ഞാൻ പറഞ്ഞു 250 ആൾക്ക് ഭക്ഷണം കൊടുക്കണം. ഞാൻ വിവാഹം കഴിച്ച് നിങ്ങളെ വീട്ടിൽ വരുന്ന ദിവസം 250 ആൾക്ക് എന്റെ സുഹൃത്തുക്കൾക്ക് ഭക്ഷണം കൊടുക്കണം, എനിക്കും തരണം. എന്നാൽ ഇത് സ്ത്രീധനത്തിൽ പെടുന്നുണ്ടോ ഇല്ലേ? സ്ത്രീയുടെ ബാപ്പയോടാണ് ഈ സ്വത്ത് ചോദിക്കുന്നത്. സ്വത്ത് എന്ന് പറഞ്ഞാൽ 250 ആളെ ബിരിയാണി. ഒരു ബിരിയാണിക്ക് 50 റുപ്യ കൂട്ടിക്കോളി. എത്ര റുപ്യ ഉണ്ടാവും? 250 ആളെ ബിരിയാണിക്ക് എത്ര ഉണ്ടാവും? 1250 റുപ്യ. 1250 റുപ്യന്റെ ഒരു സാധനം ഞാൻ ചോദിക്കുകയാണ് എന്റെ സുഹൃത്തുക്കൾക്ക്. 12 ഒരു 0 പോർട്ടിൽ നിങ്ങൾ കൂട്ടിക്കൊള്ളി. 12,500 റുപ്യ. 12,500 റുപ്യന്റെ സ്വത്ത് അഥവാ ഭക്ഷണം എന്റെ സ്നേഹിതന്മാർക്ക് തരണം എന്ന് ഞാൻ നിബന്ധന വെക്കുന്നു. ഈ ഭക്ഷണം ഹറാമാണോ, കറാഹത്താണോ, ജായിസാണോ? എന്താ ഉസ്താദേ പറയാ? ജായിസാണെന്ന ഉസ്താദ് പറയും. ഇനി അല്ലെങ്കിൽ കൂടിയാൽ സുന്നത്ത്. ഇത് സ്ത്രീയുടെ ധനമാണ്, അല്ലാതെ പറയാൻ പറ്റുമോ? സ്ത്രീയുടെ വാപ്പനോടല്ലേ പറഞ്ഞു നിങ്ങൾ തരണം ഞങ്ങൾക്ക്, ഇത് സ്ത്രീയുടെ ധനം അല്ലാതെ പറയാൻ പറ്റുമോ? സ്ത്രീയുടെ ധനം ആവശ്യപ്പെട്ടത് സ്വന്തം ആവശ്യത്തിന് മാത്രമേ സുഹൃത്തിനടക്കം കൊടുക്കണമെന്നാ പറഞ്ഞു. സുഹൃത്ത് കെട്ടുന്നില്ല, കെട്ടുന്ന ഇവൻ ഒറ്റ കാര്യത്തിൽ മറ്റുള്ളവർക്കും കൊടുക്കണമെന്നാണ് ഇവർ ആവശ്യപ്പെട്ടത്. ഇത് എല്ലാ നാട്ടിലും, ഞങ്ങളുടെ നാട്ടിൽ നടത്തുന്നുണ്ട്, ഇവിടെ ഒക്കെ അങ്ങനെ ഉണ്ട്. ഇത് ഹറാമാണ് എന്ന് പണ്ഡിതന്മാർക്ക് ഫത്വ കൊടുക്കാൻ പറ്റുമോ? അവിടെ പറ്റി ഫാത്തി ഓതാൻ പറയുമ്പോ ഫാത്തി ഓതാതിരിക്കാൻ പറ്റുമോ? ഞങ്ങൾക്ക് അവിടെ ഫാത്തി ഓതാതിരിക്കാൻ പറ്റില്ല. കാരണം അത് ഹറാമാണെന്നുള്ളതിന് ഞങ്ങൾ തെളിവ് കണ്ടിട്ടില്ല, ഖുർആനിലും കണ്ടിട്ടില്ല, ഹദീസിലും കണ്ടിട്ടില്ല. ഇനി ഒരാളെ ഭക്ഷണവും ചോദിക്കുന്നില്ല. അയാൾ 12,500 ഭക്ഷണം ചോദിക്കുന്നില്ല. അയാൾ ചോദിക്കുന്നത് 500 റുപ്യ എനിക്ക് സ്വന്തം തരണോന്നാണ്. എന്റെ സുഹൃത്തുക്കൾക്ക് ഒരു ബിരിയാണി കൊടുക്കണം, ഞാൻ ഒറ്റക്ക് വരും, ആരും ഉണ്ടാവില്ല. പക്ഷെ എനിക്ക് 500 റുപ്യ തരണം. ഞങ്ങളെ മകളെ കെട്ടി നിങ്ങളെ വീട്ടിൽ വരണമെങ്കിൽ 500 റുപ്യ തരണം. അതിന് 100 റുപ്യ ഇന്ന് തന്നെ തരുന്നെങ്കിലേ എനിക്ക് ചെയ്യണം. 400 അന്ന് തന്നാ മതി. അയാൾ പറയും ഇത് ഹറാം എന്ന് പറയുമ്പോ കൊണ്ട് സാറേ ഹറാമില്ല, അപ്പൊ അതിനും വകുപ്പില്ല. ഇനിയിപ്പൊ ഏതാണ് ഹറാമാണ് എന്ന് വിരിച്ചത്? ഹറാമാണ് എന്ന് വിരിച്ചാ പോരാ. ഒരു കാര്യം ഹറാമാണെന്ന് പറയണമെങ്കിൽ വ്യക്തമായ തെളിവ് സുന്നികളായ നമ്മക്കാവുമ്പോ ഇമാമിങ്ങളെ കിതാബിൽ കാണണം. മുജാഹിദ് ജമാഅത്ത് ഇസ്ലാമി ആകുമ്പോൾ അവർക്ക് ഇമാമികളൊന്നും പറ്റൂല, ഖുർആനിൽ കാണണം, അല്ലെങ്കിൽ ഹദീസിൽ കാണണം. അപ്പൊ ഖുർആനിലോ ഹദീസിലോ ഇതിനെ വിരോധിക്കുന്ന ഒരു ആയത്തുണ്ടോ, ഒരു ഹദീസ് ഉണ്ടോ? അല്ല ഇമാമിങ്ങളെ കിതാബിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഇത് മൂന്നും ഇല്ലെങ്കിൽ ഹറാമാണ് എന്ന് ഞാൻ എങ്ങനെ ഫത്വ തരും? എനിക്കത് തരാൻ വകുപ്പില്ല, ഞാനത് പറയാൻ തയ്യാറല്ല. അതായത് ഞാൻ മർമ്മപ്രധാനമായ ചോദ്യമാണ്. അതായത് ഇസ്ലാം നിഷ്കർഷിക്കുന്ന മഹത്തായ മഹർ സമ്പ്രദായം ഇവിടെ ഉണ്ടായിരിക്കെ ഇസ്ലാമുമായി പുലബന്ധം പോലുമില്ലാത്ത ഈ സ്ത്രീധന സമ്പ്രദായത്തിൽ കൊട്ടിഘോഷിച്ചുകൊണ്ട് അതിന് ചില മുടന്ത ന്യായങ്ങൾ ഉന്നയിച്ച് അതിന് പഴുതു കണ്ടെത്താൻ ശ്രമിക്കുക മാത്രമല്ലേ, നേരെ മറിച്ച് പണ്ഡിതധർമ്മം ഒരു സമൂഹത്തിൽ ഇത്തരം അനാചാരങ്ങൾ ഉണ്ടാകുമ്പോൾ പണ്ഡിതന്മാർ അവരുടെ കടമ നിർവഹിക്കുകയല്ലേ ചെയ്യേണ്ടത്? ഒരു സമൂഹത്തിൽ പണ്ഡിതന്മാരും ഭരണകർത്താക്കളും നല്ലവരാകുമ്പോൾ അവരവരുടെ കടമ നിർവഹിക്കപ്പെടുമ്പോൾ ആ സമൂഹം ഉത്തമ സമൂഹമായി മാറുമെന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിച്ചിട്ടില്ലേ? അതുകൊണ്ട് തന്നെ ഈ അനാചാരം നടക്കുമ്പോൾ, അല്ലെങ്കിൽ മോശമായ അല്ലെങ്കിൽ മാന്യതയ്ക്ക് നിരക്കാത്ത ഈ സംഭവം നടക്കുമ്പോൾ അൽ ഫാത്തിഹ പറയുന്നതിന് പകരം ആദ്യമായി, അല്ലെങ്കിൽ അത് നടന്നതിന് ശേഷം, സുഹൃത്തെ ഇത്തരം പരിപാടി നിങ്ങൾ നിർത്തിവെക്കുക, ലക്ഷക്കണക്കിന് യുവതികൾ ഇവിടെ നിർധനരായ യുവതികൾ സ്ത്രീധനം കൊടുക്കാൻ കഴിവില്ലാത്തതിന്റെ പേരിൽ കഷ്ടപ്പെടുത്തുന്നത്, നിങ്ങൾ അതിന് പരിഹാരം കാണാൻ ശ്രമിക്കുക. വിശദീകരണം കുറയ്ക്കുക.
അദ്ദേഹം അച്ചാരം വാങ്ങാതെയും സ്ത്രീധനം വാങ്ങാതെയും കെട്ടി എന്നൊരു അബദ്ധം പറ്റിപ്പോയി. മറ്റുള്ളവരെ കൊണ്ടും ആ അബദ്ധം ചെയ്യിപ്പിക്കാൻ ഒരുപക്ഷെ ശ്രമിക്കാനായിരിക്കും ശ്രമിക്കുന്നത്. പണ്ടൊരാൾ മുട്ടയടിച്ചപ്പോ ഇതുപോലായിരുന്നു. ആരോ പറഞ്ഞ് അദ്ദേഹം മുട്ടയടിച്ചപ്പോഴാണ് അതിന്റെ അബദ്ധം മനസ്സിലായത്. പിന്നെ 10 പേരെ കൊണ്ടുകൂടി മുട്ടയടിപ്പിക്കാൻ ശ്രമിച്ചു. അദ്ദേഹം മുട്ടയടിപ്പിച്ചു, അദ്ദേഹത്തിന് സന്തോഷമായി. ഈ സ്ത്രീധനം ഇത്തരത്തിൽ ശരഈയായി വളരെ വിശദമായി ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് വ്യക്തമായി പറഞ്ഞ സ്ഥിതിക്ക് അച്ചാരമായിരുന്നാലും സ്ത്രീധനമായിരുന്നാലും പൊരുത്തപ്പെട്ട് കിട്ടുന്നത് ഹലാലെന്നാണ് വ്യക്തമായി മനസ്സിലാക്കി തന്നത്. അതുകൊണ്ട് ദയവ് ചെയ്ത് അതൊരു അനിസ്ലാമികമായിട്ടോ ഇസ്ലാമിന് നിരക്കാത്ത ചടങ്ങായിട്ടോ പരിചയപ്പെടുത്തുന്നതോ പ്രചരിപ്പിക്കുന്നതോ ശരിയല്ല എന്ന് വേണം പൊതുജനം മനസ്സിലാക്കാൻ.